Hi all, it's me RJ Ankita joining with you from Amrita Kerala Vidya Bhavan School Radio, Shraddha. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75-ാം പിറന്നാൾ. ഏതൊരു ആധുനിക രാജ്യത്തിൻ്റെയും പരമോന്നത നിയമസംഹിതയാണ് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75-ാം വാർഷികം നാം ആഘോഷിച്ചു കഴിഞ്ഞു. രാജ്യത്തെ ഓരോ പൗരനും ആഘോഷിക്കേണ്ടതായ അഭിമാനകരമായ നാഴികക്കല്ല്. 75 പൂർത്തിയാക്കിയ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1949 നവംബർ 26-നാണ്. പല രാജ്യങ്ങളടങ്ങിയ ഭൂഖണ്ഡത്തെ ഒരൊറ്റ രാഷ്ട്രമാക്കാനാകില്ല എന്ന് ഇന്ത്യയെ പരിഹസിച്ചവർക്ക് നാം ചുട്ട മറുപടി നൽകിയത് ഈ ഭരണഘടനയുടെ ആലോചനാപൂർവമുള്ള പ്രയോഗത്തിലൂടെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാണ് നമ്മുടേത്. 3 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ അതിന് അന്തിമ രൂപം നൽകിയത്. 1946 ഡിസംബർ മുതൽ 11 സെഷനുകളിലായി 165 ദിവസം യോഗം ചേർന്ന് സഭ കൂലങ്കഷമായ ചർച്ചകൾ നടത്തി. ഈ സെഷനുകൾക്കിടയിൽ സഭയുടെ വിവിധ ഉപസമിതികൾ കരടുനിർദ്ദേശങ്ങളുടെ അലകും പിടിയും ചർച്ച ചെയ്ത് മിനുക്കിയെടുത്തു. അംഗങ്ങളുടെ ഉൾക്കാഴ്ചയും ബുദ്ധികൂർമ്മതയും സമർപ്പണ ബുദ്ധിയും പ്രതിഫലിക്കുന്ന സംവാദങ്ങളാണ് സഭയിലും സമിതികളിലും നടന്നത്. 1946 ഡിസംബർ 9-നായിരുന്നു സഭയുടെ ആദ്യ യോഗം. ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഗാന്ധിയൻ ദർശനത്തിൻ്റെയും രാജ്യത്തിൻ്റെ ഉജ്ജ്വലമായ ഭൂതകാലത്തിൻ്റെയും മാത്രമല്ല, ആധുനിക ലോകത്തിൻ്റെ കൂടി മൂല്യസമുച്ചയങ്ങളെ ആശ്ലേഷിക്കുന്നതായിരുന്നു നെഹ്റുവിൻ്റെ പ്രസംഗം. സഭയിൽ തുറസായ സംവാദങ്ങൾക്കു നിലമൊരുക്കുകയായിരുന്നു അദ്ദേഹം. അതിൻ്റെ സത്ത എല്ലാ അംഗങ്ങൾക്കും വേണ്ട വിധം ഉൾക്കൊള്ളുകയും ചെയ്തു. ഗ്രാമസ്വരാജിൽ അധിഷ്ഠിതമായ ഗാന്ധിയൻ ഭരണഘടനയ്ക്ക് വേണ്ടി ചില അംഗങ്ങൾ വാദിച്ചപ്പോൾ ഗ്രാമ റിപ്പബ്ലിക്കുകൾ നാശഹേതുക്കളാണ് എന്ന് ഡോക്ടർ BR അംബേദ്കർക്ക് തുറന്നടിക്കാനായത് അതുകൊണ്ടാണ്. ഗ്രാമത്തെയല്ല, വ്യക്തിയെ അടിസ്ഥാന ഘടകമാക്കി പരിഗണിക്കുന്ന ആദരിക്കുന്ന ഭരണഘടനയ്ക്കാണ് ഒടുവിൽ രൂപം കൊണ്ടത്. മൗലികാവകാശങ്ങളിലാണ് അതിൻ്റെ ഊന്നൽ. രാഷ്ട്രീയ അധികാരം പൗരനിൽ നിന്ന് ഉദ്ഭവിക്കണമെന്നാണ് അതിൻ്റെ ഘോഷണം. പിറവിയെടുത്ത കാലത്ത് ഉറച്ചുപോകുന്ന നിശ്ചല രേഖയായിട്ടല്ല നമ്മുടെ ഭരണഘടനയെ അതിൻ്റെ സൃഷ്ടാക്കൾ വിഭാവനം ചെയ്തത്. കാലത്തിനൊപ്പം വികസിക്കുന്ന പുതുക്കപ്പെടുന്ന ജീവസ്സുള്ള രേഖയാണ് അത്. രാഷ്ട്രജീവിതത്തിൻ്റെ ചലനോപാധിയാണ് ഭരണഘടന എന്ന് വിശ്രുതനായ ജസ്റ്റിസ് HR ഖന്ന അഭിപ്രായപ്പെട്ടത് അതുകൊണ്ടാണ്. 75 ആണ്ടത്തെ ചരിത്രത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്കും ഭേദഗതികൾക്കുമാണ് അത് വിധേയമായത്. നീതിപീഠമാകട്ടെ അതിൻ്റെ അനുശാസനങ്ങൾക്ക് അസഖ്യം വ്യാഖ്യാനങ്ങൾ ചമച്ചു. ആ വ്യാഖ്യാനങ്ങളിലൂടെ ഭരണഘടനയുടെ അത് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചു. അതേസമയം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അവകാശം സമ്പൂർണ്ണമല്ലെന്നും നീതിപീഠം വിധിച്ചു. ഭരണഘടനയിൽ വരുത്തുന്ന ഏതു മാറ്റവും അതിൻ്റെ അടിസ്ഥാന ഘടനയ്ക്കു നിരക്കുന്നതാകണമെന്ന് പ്രഖ്യാപിതമായ കേശവാനന്ദ ഭാരതി കേസിലെ വിധിന്യായത്തിൽ പരമോന്നത കോടതി കൽപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളുടെ താൽപ്പര്യവും പങ്കാളിത്തവും, ജനവിധി മാനിക്കാനും അടുത്ത സർക്കാരിനായി അധികാരമൊഴിഞ്ഞു കൊടുക്കാനും രാഷ്ട്രീയ കക്ഷികൾ കാട്ടുന്ന ജനാധിപത്യ ബോധവും മര്യാദയും, നീതിപീഠത്തിൻ്റെ സ്വാതന്ത്ര്യവും സക്രിയതയും, ഫെഡറലിസവും, സംസ്ഥാനങ്ങളുടെ ശക്തിയും മാധ്യമ സ്വാതന്ത്ര്യവും, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഭരണഘടനയുടെ ഓജസ്സിൻ്റെ ലക്ഷണങ്ങളായാണ് നിയമവിശാദർ ചൂണ്ടിക്കാട്ടുന്നത്. വേരുകൾ ബലവത്തായതിനാൽ ഈ ഭരണഘടനയെ മാറ്റിമറിക്കാനോ എഴുതിത്തള്ളാനോ എളുപ്പമല്ല. അതാണ് ഈ രാജ്യത്തിൻ്റെ ശക്തിയും പ്രതീക്ഷയും. നമുക്കേവർക്കും നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ രാഷ്ട്ര നിർമ്മാണ നേതാക്കളെ ആദരവോടെ സ്മരിക്കാം. ഒപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കാം. താങ്ക് യു ആൾ.